കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി അന്വേഷണ വകുപ്പ് മന്ത്രിയായി അധപ്പതിച്ചിരിക്കുകയാണെന്ന് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് RS രാജീവ് ആരോപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അന്വേഷണം മാത്രമാണ് പ്രഖ്യാപിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ സ്വന്തം വകുപ്പിലെ പരാജയത്തെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളും കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ബിജെപിയുടെ ഈ വിമർശനം. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ടിന്റെ പകുതി മാത്രമാണ് പ്രവർത്തനങ്ങൾക്കായി നൽകിയിട്ടുള്ളത് എന്ന് രാജീവ് ചൂണ്ടിക്കാട്ടി. ഇത് ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും രോഗികൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ആവശ്യമായ ഫണ്ടുകൾ ലഭിക്കാത്തത് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, മരുന്നുകളുടെ ലഭ്യത, അത്യാധുനിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയിലെല്ലാം തന്നെ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നു. സർക്കാർ ഫണ്ടുകൾ സമയബന്ധിതമായി വിനിയോഗിക്കപ്പെടാത്തത് പലപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലെ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ ഇടപെടലുകളും കൊണ്ടാണെന്ന ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പ്രധാന കാരണം മന്ത്രിയുടെ ഓഫീസിന്റെയും രാഷ്ട്രീയ ഇടപെടലാണെന്ന് RS രാജീവ് വ്യക്തമാക്കുന്നു. ഇത് ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും അത് കൃത്യമായി വിനിയോഗിക്കാതെ പോകുന്നത് ആരോഗ്യ വകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മയാണെന്ന് കാണിക്കുന്നതാണ് ബിജെപിയുടെ വാദം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും മറ്റ് കമ്പനികൾക്കുമായി ഏകദേശം 1000 കോടിയിലധികം രൂപയാണ് സർക്കാർ നാളിതുവരെ നൽകേണ്ടതെന്ന് രാജീവ് പറയുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുവാനുള്ള സാധന സാമഗ്രികൾ നൽകേണ്ട കമ്പനികൾക്ക് ഈ തുക നൽകാത്തത് ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടാണ്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തത് കാരണം പല കമ്പനികളും ആശുപത്രികളിലേക്ക് മരുന്നുകളും മറ്റ് ആവശ്യ വസ്തുക്കളും നൽകുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും ക്ഷാമത്തിന് ഇടയാക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും മരുന്നുകൾ ലഭിക്കാതെ രോഗികൾ വലയുന്ന സാഹചര്യം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ആവശ്യത്തിന് ഉപകരണങ്ങളോ മരുന്നുകളോ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നതും രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നതും പതിവായിരിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനങ്ങളെ തന്നെ സ്തംഭിപ്പിക്കുകയും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരത്തെ തന്നെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സർക്കാരിന് സാധിക്കാത്തത് ഫിനാൻസ് വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഏകോപനമില്ലായ്മയാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ മന്ത്രി നേരിട്ട് ഇടപെട്ട് പരിഹാരം കാണണമെന്നും അടിയന്തരമായി കമ്പനികൾക്ക് പണം നൽകി മരുന്നുക്ഷാമം പരിഹരിക്കണമെന്നും രാജീവ് ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പേരുമാറ്റി കാസ്പ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ അനർഹരായ നിരവധി ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് RS രാജീവ് ആരോപിച്ചു. ഇതുവഴി അർഹരായവർക്ക് കിട്ടേണ്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെയാണ് കേരളത്തിൽ കാസ്പ എന്ന പേരിൽ നടപ്പിലാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ അനർഹരായവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിലൂടെ യഥാർത്ഥ അർഹരായവർക്ക് ചികിത്സാ സഹായം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നാണ് ബിജെപിയുടെ ആരോപണം. ഈ പദ്ധതിയുടെ സുതാര്യതയെയും ലക്ഷ്യങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കാസ്പ പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും ആരോഗ്യ വകുപ്പ് മന്ത്രി തയ്യാറാകണം. അർഹരായവർക്ക് മാത്രമായി പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും രാജീവ് ഓർമ്മിപ്പിച്ചു. അന്വേഷണ പ്രഖ്യാപനങ്ങളും പ്രായോഗിക പരിഹാരങ്ങളുടെ അഭാവവും ആരോഗ്യ വകുപ്പ് മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം 50-ലധികം അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവയിലൊന്നും യാതൊരു പരിഹാരം കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെന്ന് RS രാജീവ് ചൂണ്ടിക്കാട്ടി. ഇത് മന്ത്രിയുടെ കാര്യക്ഷമതയില്ലായ്മയും തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയും വ്യക്തമാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഓരോ പ്രശ്നം വരുമ്പോഴും അന്വേഷണം പ്രഖ്യാപിച്ച് താൽക്കാലികമായി ഒഴിഞ്ഞുമാറാനുള്ള ഒരു തന്ത്രമായി മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങളെ BJP കാണുന്നത്. അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ഇത് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തമില്ലായ്മ വളർത്തുകയും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യും. അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറം ആസൂത്രണത്തിലൂടെയും ഫലപ്രദമായ ഇടപെടലുകളിലൂടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി അന്വേഷണ വകുപ്പ് മന്ത്രിയെ അധപ്പതിച്ചിരിക്കുകയാണെന്നും മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പ്രധാന കാരണം മന്ത്രിയുടെ ഓഫീസിന്റെയും രാഷ്ട്രീയ ഇടപെടലാണെന്നും രാജീവ് ആവർത്തിച്ചു. വകുപ്പിലെ രാഷ്ട്രീയ ഇടപെടലുകൾ ആരോഗ്യ മേഖലയുടെ സ്വതന്ത്രവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. മെഡിക്കൽ കോളേജുകളിലെ നിയമനങ്ങൾ, സ്ഥലം മാറ്റങ്ങൾ, ഫണ്ട് വിനിയോഗം എന്നിവയിലെല്ലാം തന്നെ രാഷ്ട്രീയ താൽപര്യങ്ങൾ കടന്നുവരുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സർക്കാരിന്റെ ഈ നിരുത്തരവാദപരമായ നടപടികൾ യഥാർത്ഥത്തിൽ സ്വകാര്യ മെഡിക്കൽ ലോബികളെ സഹായിക്കുന്ന നിലപാടാണ് ഉണ്ടാക്കുന്നതെന്ന് RS രാജീവ് ആരോപിച്ചു. സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങൾ നിലവാരം കുറയുമ്പോൾ സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
സാധാരണക്കാരന് ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അവയെ തകർക്കുകയും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ജനങ്ങളോടുള്ള നീതികേടാണെന്ന് BJP വാദിക്കുന്നുണ്ട്. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് ഒരു ജനക്ഷേമ സർക്കാരിന്റെ പ്രധാന കടമയാണ്. എന്നാൽ നിലവിലെ അവസ്ഥ ഈ ലക്ഷ്യത്തിന് വിരുദ്ധമാണെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെച്ച് പോവുകയാണ് ആരോഗ്യ കേരളത്തിന് നല്ലതെന്ന് RS രാജീവ് ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ രാജിയിലൂടെ മാത്രമേ ആരോഗ്യവകുപ്പിൽ ഒരു ശുദ്ധീകരണം സാധ്യമാകൂ എന്നും കാര്യക്ഷമമായ ഒരു ഭരണം കൊണ്ടുവരാൻ സാധിക്കൂ എന്നും BJP വിശ്വസിക്കുന്നു.